ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോ നമ്മൾ ഈ ഞണ്ടുകളെ പിടിക്കുന്നുണ്ടല്ലോ. ഇന്ന് നമുക്ക് ഇവയെ എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്നും നല്ല നാടൻ രീതിയിൽ എങ്ങനെ ഒരു കറി വെക്കാമെന്നും നോക്കാം. അപ്പോൾ അതിനായി ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ കുരങ്ങ് പോക്കാം. ഞാനും ആകേട്ടനും കൂടിയാണ് അത് ചെയ്യുന്നത്. ഞണ്ടിൻ്റെ തോടെല്ലാം പൊളിച്ച് ഉള്ളിൽ അഴുക്കെല്ലാം നീക്കം ചെയ്തിട്ട് അതെല്ലാം നന്നായി കട്ട് ചെയ്ത് തരുന്നത് ഞങ്ങളുടെ കസിനാണ്. അപ്പോൾ ഇതെല്ലാം വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായി കുറച്ച് കല്ലുപ്പിട്ടിട്ട് നന്നായി പെരക്കിയെടുക്കണം. കല്ലുപ്പിട്ട് പെരക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ ചളി പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ വൃത്തിയാക്കി വെച്ച ഞണ്ടിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായി ആദ്യം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം മല്ലിപ്പൊടി ഇടുന്നു. പിന്നെ മുളക് പൊടി വന്നു. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പെരക്കി കൊടുക്കാം. ഇനി കുറച്ച് സമയം ഇത് നമുക്ക് മൂടി വെക്കാം. മസാലയെല്ലാം കുറച്ച് പിടിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെക്കാം. അപ്പോൾ ആവശ്യമായ പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളിയിലേക്ക് നേരത്തെ മാറ്റി വെച്ച ഞണ്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികളും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അതേ അളവിൽ തന്നെ വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ഇത് വെച്ച് മൂടി വെക്കാം. ഈ സമയം നമുക്ക് വറുത്തിടാൻ ആവശ്യമായ തേങ്ങാക്കൊത്തും വറ്റൽമുളകും സെറ്റാക്കി വെക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി വെള്ളം വറ്റാനായി നമുക്ക് മൂടി മാറ്റി വെക്കാം. ഗ്യാസിൽ വെച്ചിട്ട് വെള്ളം വറ്റാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. വിറകടുപ്പിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ തിരക്കിനിടയിൽ അത് ഷൂട്ട് ചെയ്യാനും വിട്ടുപോയി. ചൂടായ ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നന്നായി വഴറ്റി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൂപ്പിച്ചെടുക്കാം. ശേഷം ഇത് പാകമായ ഞണ്ടിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ നാടൻ ഞണ്ട് കറിയുടെ തയ്യാറായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയൊന്ന് പരീക്ഷിച്ച് നോക്കണേ. പിന്നെ കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ അല്പം ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.